ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഇന്നലെ ക്രമേണ നടന്ന വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. കാരണം അതായിരിക്കും വളരെ നല്ലത്. കാരണം ട്രംപ് ഏത് സമയത്ത് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു എന്നുള്ളത് ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ട്രംപ് ആദ്യമേ ഒരു ട്വീറ്റ് ചെയ്തു. ആ ട്വീറ്റിൽ പറഞ്ഞത്, അതായത് ഇന്നലെ പുള്ളി പറഞ്ഞിരുന്നത് 48 മണിക്കൂർ ടൈം ലൈൻ എന്നാണ് പറഞ്ഞിരുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഇറാൻ ഫ്രീ ആക്കി വിടുന്നില്ല എങ്കിൽ 48 മണിക്കൂർ ടൈം ലൈൻ കഴിഞ്ഞിട്ട് ഇറാൻ്റെ പവർ ഗ്രിഡുകൾ അറ്റാക്ക് ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. പവർ ഗ്രിഡ് അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തിങ്കളാഴ്ച ഈവനിങ്ങോടുകൂടി ആ ടൈം ലൈൻ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ട്രംപ് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാനും അമേരിക്കയും തമ്മിൽ ബാക്ക് ഡോറിൽ ഒരു നെഗോസിയേഷൻ നടക്കുന്നുണ്ട്. ആ നെഗോസിയേഷൻ ഫസ്റ്റ് ടോക്ക് തന്നെ പ്രിലിമിനറി ടോക്ക് തന്നെ വെരി ഗുഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം ട്രംപ് പറയുന്നത്, അതായത് ഒരു 5 ദിവസത്തേക്ക് താൽക്കാലികമായിട്ട് പോസ് ചെയ്യാണ്. എന്താണ്, യുദ്ധം നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ഇസ്രായേൽ ആക്രമണങ്ങൾ നിർത്തുമെന്നും പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് ലൈൻ മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. പവർ ഗ്രിഡുകളും എനർജിയും ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നില്ല. ഈ 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പവർ ഗ്രിഡും എനർജി മേഖലയും ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ആ സ്റ്റേറ്റ്മെന്റിനെ മാത്രമാണ് പോസ് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് 48 hours എന്നതിന് പകരം 5 ദിവസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് യുദ്ധം നിർത്തുന്നതിന് തുല്യമല്ല, യുദ്ധം നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടുമില്ല. ഇനി യുദ്ധം നിർത്തുന്ന സാഹചര്യത്തിലേക്ക് ഇത് പോയാൽ നല്ലതാണ്. പല രാജ്യങ്ങളും അത് പ്രതീക്ഷിക്കുന്നുണ്ട്, പല ഗൾഫ് രാജ്യങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 1 വീക്ക് കൂടി ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ, സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇതേപോലെ സ്ട്രക്ക് ആയി കഴിഞ്ഞാൽ വൻ നഷ്ടമായിരിക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇപ്പം ട്രംപ് ഈ പോസ്റ്റ് ഇട്ട ഉടനെ തന്നെ ഇറാന്റെ സൈഡിൽ നിന്നും ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. ഇറാന്റെ സൈഡിൽ നിന്ന് വന്ന പ്രതികരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല, ഞങ്ങൾ ഒരു നെഗോസിയേഷനും പോയിട്ടില്ല, ഇത് ട്രംപിൻ്റെ ഉഡായിപ്പാണ്, ട്രംപിന് എണ്ണ വില കുറയ്ക്കേണ്ടതുണ്ട്, അപ്പോൾ അതുകൊണ്ട് ട്രംപ് എണ്ണ വില കുറയ്ക്കാനുള്ള തന്ത്രമാണ് ഇപ്പോൾ ഇറക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള നെഗോസിയേഷനും താല്പര്യമില്ല, ഞങ്ങൾ ആരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇറാന്റെ സൈഡിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ട് 2 വ്യക്തികൾ പിന്നീട് സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പാർലമെന്റിലെ സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഗാലിബാഫ്, ഈ പുള്ളിക്കാരൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് US-ഉമായിട്ടുള്ള നെഗോസിയേഷൻ വരുന്ന ആഴ്ചകളിൽ ഒരു ദിവസം പാകിസ്ഥാനിൽ വെച്ചിട്ട് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വാർത്ത ഇയാൾ പറയുന്നുണ്ട്. സോ ഇറ്റ് മീൻസ് ബാക്ക് ഡോറിൽ ആരൊക്കെയോ ചർച്ചകൾ നടത്തുന്നുണ്ട്, പക്ഷേ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ IRGC റെജീമാണെന്നുണ്ടെങ്കിൽ അവരൊരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള തരത്തിൽ അവർ തുടരെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പുറത്തിറക്കുന്നത്. ഈവൻ ദോ അവർ ചർച്ച നടത്തിക്കൊണ്ടിരുന്നാലും അവർ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പുറത്തിറക്കുന്നത്. അതുപോലെ ഇറാന്റെ ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ഇസ്മായിൽ ബാഗേരി പറഞ്ഞു വെച്ചത്, US നെഗോസിയേഷന് വേണ്ടിയിട്ട് ഇറാനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്. ഇതിനെല്ലാം US കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, അതും കൂടി നമ്മളിവിടെ എടുത്ത് പറയേണ്ടതാണ്. ഇനി ഇറാൻ പറഞ്ഞതുപോലെ എണ്ണ വില കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ എണ്ണ വില കുറഞ്ഞിട്ടുണ്ട്. എണ്ണ വില ബാരലിന് 88.9 ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ മറ്റൊരു സൈഡിൽ ഇറാന്റെ ഉള്ളിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. അത് ഇന്ത്യൻ ടൈം 6:30 PM, ഈ തിങ്കളാഴ്ച വൈകുന്നേരം 6:30 PM ആയിക്കോട്ടെ, 11:30 ആയിക്കോട്ടെ, ഈവൻ മിഡ്നൈറ്റ് ടു 1 AM വരെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 AM ഇഷ്ഫഹാനിലിട്ട് പൊട്ടിക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെഹ്റാനിൽ ഗുരുതര ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകൾ, IRGCയുടെ സെക്യൂരിറ്റി ഓഫീസ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഒരു വിഷയമാണ് മനസ്സിലാക്കേണ്ടത്, ഇറാന്റെ മിസൈൽ ഡിപ്ലോയ്മെന്റ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഇത് സെൻകോമിന്റെ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പുള്ളിക്കാരനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാഡ് കൂപ്പർ പറഞ്ഞിരിക്കുന്നത് അവരുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ നേവിയെ ഡെമോളിഷ് ചെയ്യുക ഫുള്ളായിട്ട്. പുള്ളിക്കാരൻ പറയുന്നത് ഏതാണ്ട് ഇറാന്റെ 140 ഷിപ്പുകൾ അവർ മുക്കിക്കളഞ്ഞിട്ടുണ്ട്, അവർ അറ്റാക്ക് ചെയ്ത് മുക്കിക്കളഞ്ഞിട്ടുണ്ട്. അതായത് ഇറാന്റെ നേവി ലിറ്ററലി ഒന്നുമില്ലാതായി തീർന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ അമേരിക്ക ഇറാന്റെ മേളിൽ നടത്തിയിട്ടുണ്ട്. കാരണം ഈ നേവൽ ഏരിയ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തിരുന്നത് അമേരിക്കയാണ്. അതുകൊണ്ടാണ് സെൻകോമിന്റെ അഡ്മിറൽ ഡയറക്റ്റായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. IRGC റെജീമിനെ പൂർണ്ണമായിട്ടും
നിശ്ചലമാക്കുക, അവരുടെ പ്രോക്സികളെ പുഷ്ടിപ്പെടുത്തുന്ന ഇവരുടെ എക്സ്റ്റെൻഡഡ് ഹാൻഡ്സ് അതിനെ ഇല്ലാതാക്കുക ആയിട്ട്, ഇതൊക്കെയാണ് ഇവർക്ക് ടാസ്ക് ആയിട്ട് ഏൽപ്പിച്ചിരുന്നത്. ആ ദൗത്യം അവർ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് പറയുന്നത്. ഇതുവരെ അത് പൂർത്തീകരിച്ചതായിട്ട് പറയുന്നില്ല പുള്ളിക്കാരൻ പറയുന്നത് ഞങ്ങളുടെ ഓപ്പറേഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇറാന് വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് പറയുന്നത്. ഇറാന് വേണമെങ്കിൽ, IRGCക്ക് വേണമെങ്കിൽ അവർക്ക് എന്താണോ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന കണ്ടീഷൻ, ആ കണ്ടീഷന് വഴങ്ങിക്കൊണ്ട് അവർക്ക് വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാം. അവരുടെ അടുത്താണ് അവസരമുള്ളത്, അല്ലാതെ അമേരിക്കയുടെ അടുത്ത് അവസരമില്ല. യുദ്ധം നിർത്താനുള്ള അവസരം അമേരിക്കയ്ക്കല്ല, അത് ഇറാനാണ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു വിഷയം, ഈ IRGC റെജീം പൊതുജനങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയില്ല. ഇപ്പോൾ അവർ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്കും അതേപോലെ ഇസ്രായേലിലേക്കൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകളെല്ലാം തന്നെ അവർ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നാണ് അയക്കുന്നത്. മറ്റുള്ള അവരുടെ മിസൈൽ കേന്ദ്രങ്ങൾ, മിസൈൽ സ്റ്റോറേജ് ഫെസിലിറ്റി, അതേപോലെ തന്നെ രഹസ്യമായിട്ടുള്ള ഒളിത്താവളങ്ങൾ, ഇതെല്ലാം തന്നെ മെയിൻ ആയിട്ടുള്ള ഏരിയകളെല്ലാം ഞങ്ങൾ അടിച്ചു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പൊതുജനങ്ങളുടെ ഇടയിൽ ഇവർ ഇതേപോലെ മിസൈലുകൾ പതുക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇവരിത് ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സെൻകോമിനായാലും ഇസ്രായേലിനായാലും പൊതുജനങ്ങളുടെ മേളിൽ ചെന്ന് ആക്രമണം നടത്താനുള്ള ആ ഒരു മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് 1-2 മിസൈലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതും വളരെ ലാർജ്ലി അവരുടെ ഇറാന്റെ IRGCയുടെ മിസൈൽ ശേഖരം ലാർജ്ലി ഡിസ്ട്രോയിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1-2 മിസൈലുകളാണ് അവർ അയച്ചുകൊണ്ടിരിക്കുന്നത്. ടൈംലി 1-2 ആ രീതിയിലാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെ 50, 60, 70, 100 അത്തരത്തിൽ അവർക്ക് അയക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് തീർത്ത് പറയുകയാണ് US-ന്റെ സെൻകോമിന്റെ അഡ്മിറൽ കമാൻഡർ ബാർജ് കൂപ്പർ. അതുപോലെ ഇതുവരെ യുദ്ധം അവസാനിപ്പിച്ചതായിട്ടുള്ള ഒരു ഇൻഫർമേഷനും പുള്ളിക്ക് എത്തിയിട്ടില്ല. ട്രംപ് എഴുതിയ ട്വീറ്റിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് മാധ്യമങ്ങൾ അമേരിക്ക യുദ്ധം അവസാനിപ്പിച്ചതായിട്ടും അമേരിക്ക സ്വമേധയാ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതായിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഇവിടെ അടിച്ചിറക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. IDF ആണെങ്കിൽ കണ്ടിന്യൂ ടു റെഡ്യൂസ് IRGC കേപ്പബിലിറ്റി ഇൻ ഇറാൻ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും അവിടെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അതുപോലെ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ട്രംപിനെ മോക്ക് ചെയ്യുന്നതിൽ അവർ നമ്പർ 1 ആണ്. അപ്പോൾ അവർ ട്രംപിൻ്റെ ഒരു ഫോട്ടോ, അതിനകത്ത് ഹെൽപ്പ് മീ ടു ക്ലിയർ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹോർഡിങ്സ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാതിരിയുള്ള ഒരു ഫോട്ടോ മിസൈലിൻ്റെ മേലിൽ ഒട്ടിച്ചിട്ട് അതിനെ ഒരു ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്ത് മോക്ക് ചെയ്യാണ്. ഇസ്രായേൽ തെഹ്റാൻ്റെ ഉള്ളിൽ 2 സ്പോട്ടുകൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. പിന്നെ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ തുരുതര പലപ്പോഴായിട്ട് അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ കൂടുമ്പോഴത്തേക്കും ഇസ്രായേലിലേക്ക് വന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് മാക്സിമം ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അത് കിരിയത് ഷിമോന എന്നുള്ള ഏരിയയിൽ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് കൃത്യമായിട്ട് ഈ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ വന്ന് പതിക്കുകയും അതിൻ്റെ ഷാർപ്പനൽസ്, അതിൽ നിന്നും തെറിച്ച് വരുന്ന ഭാഗങ്ങൾ, ഷാർപ്പനൽസ് 50 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ദേഹത്ത് പതിക്കുകയും അയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലിൻ്റെ നേവി ഹമാസിൻ്റെ ഒരു ബോട്ട് ഗാസയുടെ തൊട്ടടുത്തായിട്ട് നുസൈറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹമാസിൻ്റെ ബോട്ട് IDF അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അത് നിന്ന് കത്തുന്ന രംഗമാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. IRGCയുടെ ഒരു മിസൈൽ എഞ്ചിനീയർ സയ്യിദ് ഷംഖാദ്രി, ഈ സയ്യിദ് ഷംഖാദ്രി മിസൈൽ എഞ്ചിനീയറാണ്. ഈ മിസൈൽ എഞ്ചിനീയറെ ഇസ്രായേൽ ഇന്നലെ രാത്രിയുള്ള ആക്രമണത്തിൽ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയുടെ USS ജെറാദ് എന്ന് പറഞ്ഞ ആ ഒരു വാർഷിപ്പ്, അതിൻ്റെ ലോണ്ട്രി ഏരിയ ഡാമേജ് ആയതിനെ തുടർന്ന് ഇതിൽ നിന്നും 600 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഷിപ്പ് ഇപ്പോൾ ഗ്രീസിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. റിപ്പയർ വർക്കിന് വേണ്ടിയിട്ട് അടുപ്പിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ പൊതുവിൽ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് റെഗുലർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഗ്രീസിൻ്റെ പോർട്ടിലേക്ക് അടുപ്പിച്ചതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തെഹ്റാനിൽ പ്രവർത്തിക്കുന്ന IRGCയുടെ മെയിൻ സെക്യൂരിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് മൾട്ടിപ്പിൾ വേവ് ഓഫ് അറ്റാക്ക് നടത്തി ഇസ്രായേൽ ആ ഓഫീസ് അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് IRGCയുടെ സെൻട്രൽ കമാൻഡ് യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ്. പ്രത്യേകിച്ച് IRGCക്ക് സെൻട്രൽ കമാൻഡ് യൂണിറ്റ് ഇല്ല. അപ്പോൾ ഇത് അറ്റാക്ക് ചെയ്ത ഉടനെ തന്നെ മിസൈലുകളുടെ വരവൊക്കെ നിലയ്ക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇത് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫീസാണ്. ശരിക്കും ഇത് ഒരു മെയിൻ കമ്മ്യൂണിക്കേഷൻ സെൻ്ററാണ്. അതാണ് ഇവർ സെൻകോം പോലത്തെ ഒരു ഓഫീസായിട്ട് ഇവർ സിംബോളിക്കായിട്ട് പറയുന്നതേ ഉള്ളൂ.
പക്ഷേ ഇത് IRGCയുടെ സ്ഥാപനമാണ്. തീർച്ചയായിട്ടും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പലതരം കമ്മ്യൂണിക്കേഷൻസ് ഈ ഓഫീസ് ത്രൂ നടക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് മൊസാദ് ഈ ഏരിയ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ തുടർന്നാണ് IDF ഈ ഓഫീസ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇറാനിൽ ഉർമിയ സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ ഒരു ജഡ്ജ് ഉണ്ട്, IRGCയുടെ ജഡ്ജാണ്. അലി റേസ ഷേഖ്ലു എന്നാണ് ഈ ജഡ്ജിന്റെ പേര്. ഈ ജഡ്ജിയുടെ റെസിഡൻഷ്യൽ ഏരിയ ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ കൃത്യമായിട്ട് ഫ്ലാറ്റിൽ അറ്റാക്ക് നടത്തി ഇയാളെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റെസിഡൻഷ്യൽ ഫ്ലാറ്റിൽ ഇയാളെ ടാർഗറ്റ് ചെയ്ത് നടത്തിയ ആക്രമണത്തിൽ സിവിലിയൻസ് ഒരു 3-4 പേരും കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ഫഹാനിൽ തുടരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്, ഓവർനൈറ്റ് അറ്റാക്ക് നടത്തുകയാണ്. അതിനെ തുടർന്ന് ലെബനാന്റെ സൈഡിലും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ലെബനാന്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും IRGCയും ലെബനാനും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ലെബനാനിലുള്ള പല ടോപ്പ് മോസ്റ്റ് ലീഡറിനെയൊക്കെ ലെബനാനിൽ ഹെസ്ബുള്ളയിലുള്ള പല ടോപ്പ് മോസ്റ്റ് ലീഡേഴ്സിനെയൊക്കെ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ആ സ്പേസ് ഫില്ല് ചെയ്യുന്നത് IRGCയിലുള്ള ഉദ്യോഗസ്ഥരാണ്. ഈ IRGCയിലുള്ള ഉദ്യോഗസ്ഥരെയാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഹെസ്ബുള്ള ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഹെസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്നുണ്ട്. കാശ്മിയ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ലിറ്റാനി റിവറിന്റെ കുറുകെയുള്ള ഒരു ബ്രിഡ്ജ് ഒരു ദിവസത്തിന് മുമ്പ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള ബ്രിഡ്ജും കൂടി ഇന്ന് അറ്റാക്ക് ചെയ്ത് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് ഹെസ്ബുള്ളയെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്ത് അവരെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. സൗത്ത് ലെബനാൻ ഭാഗത്ത് ഖയാം എന്ന് പറഞ്ഞ സ്ഥലത്ത് വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ഖയാം എന്ന് പറഞ്ഞ ഏരിയ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് IDF ടാർഗറ്റ് ചെയ്ത് എയർ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിൽ തന്നെയാണ് ഇന്നും ഫോക്കസ് ചെയ്ത് ആക്രമണം നടത്തിയിരിക്കുന്നത്. ആ ഖയാം എന്ന് പറഞ്ഞ ഏരിയയിൽ ഇവർ ആക്രമണം നടത്തിയിട്ട് അവിടെ ഇസ്രായേലിന്റെ ഫ്ലാഗ് ഇവരിവിടെ സിംബോളിക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇസ്രായേലിന്റെ ഗ്രൗണ്ട് ഫോഴ്സ് അതിലേക്ക് കടന്നു പോയതിന്റെ സിമ്പിളായിട്ടാണ് ഇവർ ആ ഫ്ലാഗ് അവിടെ വെച്ചത്. ആ വെച്ച ഫ്ലാഗ് അവിടെ തന്നെ അവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ഈ ഫ്ലാഗ് എടുത്ത് മാറ്റാൻ ഹെസ്ബുള്ളയുടെ ഒരാൾ പോലും അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഹെസ്ബുള്ളയുടെ പ്രസൻസ് ആ മേഖലയിൽ ഇല്ല. കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് അവർ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത വിധം ഇസ്രായേൽ അവരെ ലിറ്റാനി റിവറിന്റെ അപ്പുറത്തേക്ക് പൊസിഷൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള രണ്ടാമത്തെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അൽ ദലഫ ബ്രിഡ്ജാണ്. കാശ്മിയ ബ്രിഡ്ജ് ഇപ്പുറത്തെ സൈഡ്, അൽ ദലഫ ബ്രിഡ്ജ് അപ്പുറത്തെ സൈഡ്. ഇപ്പൊ ഈ അൽ ദലഫ ബ്രിഡ്ജാണ് ഇന്നലെ ആക്രമണം നടത്തി പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നത്. അപ്പം യുദ്ധം നിർത്തിയോ, ട്രംപ് പിൻവാങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ പിൻവാങ്ങിയിട്ടില്ല. ഇത് ഫാക്റ്റാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ട്രംപ് ജസ്റ്റ് എക്സാക്ട്ലി ആ 48 അവേഴ്സിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ഒരു ടൈം ലൈൻ, പവർ ഗ്രിഡ്, അതേപോലെ തന്നെ അവരുടെ ഓയിൽ റിസോഴ്സ് അഥവാ എണ്ണ ശേഖരങ്ങൾ, ഇതിലേക്കൊന്നും ഫോക്കസ് ചെയ്ത് അറ്റാക്ക് നടത്തണ്ട എന്നുള്ളതാണ് ട്രംപിന്റെ തീരുമാനം. ആ തീരുമാനം ഇസ്രായേലിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതായിട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ട്രംപ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളി തന്നെ ട്രൂത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ 48 അവേഴ്സിന് കൊടുത്ത ടൈം ലൈൻ ഒരു 5 ഡേയ്സിന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. മറ്റുള്ള ഇസ്രായേൽ ഫോക്കസ് ചെയ്ത് നടത്തുന്ന IRGCയുടെ കേന്ദ്രങ്ങൾ, IRGCയുടെ സെക്യൂരിറ്റി ഓഫീസുകൾ, അവരുടെ മിസൈൽ കേന്ദ്രങ്ങൾ, അതുപോലെ സ്റ്റോറേജ് യൂണിറ്റുകൾ, അവരുടെ നേവൽ ബേസുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് തുടരും. ഇറ്റ് മീൻസ് യുദ്ധം നിർത്തിയിട്ടില്ല, ഒരു സീസ് ഫയർ ഒന്നും വന്നിട്ടില്ല. അത് പോസിറ്റീവ് നോട്ട് എന്ന് പറയുന്നത് ഒരേ ഒരു വിഷയം മാത്രമാണ്. ഒരു നെഗോസിയേഷൻ പോയിന്റ് എവിടെയോ ക്രിയേറ്റ് ആവുന്നുണ്ട്. പാകിസ്ഥാനിൽ വെച്ചിട്ട് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ആയിട്ടുള്ള മുഹമ്മദ് ഗാലിബാഫുമായിട്ട് അമേരിക്കൻ റെപ്രസെന്റേറ്റീവ് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഒരു പോസിറ്റീവ് നോട്ട്. ഈ പോസിറ്റീവ് നോട്ട് എത്രമാത്രം ഡെവലപ്പ് ആവുന്നോ, ആ ഒരു ഫസ്റ്റ് ഫേസ് ടോക്ക് ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു. കാരണം വ്യത്യസ്തമായ ഒരാൾ, പാർലമെന്റ് സ്പീക്കർ വ്യത്യസ്തമായ ഒരാളാണ് ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക വിളിച്ച നമ്പർ 1 വ്യക്തിയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വരാൻ പോകുന്നത്. ഇയാളാണ് പാർലമെന്റിൽ ഇരുന്നുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ആദ്യം പറയുന്നത്, പിന്നെയാണ് അണികൾ ഏറ്റു പറയുന്നത്. അപ്പൊ ആ വ്യക്തിയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വരാൻ പോകുന്നത് പാകിസ്ഥാനിലേക്ക്. ഇത് ഡെവലപ്പായി ചർച്ചയായിട്ട് വരുമോ, ഇല്ലാന്നുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പറഞ്ഞ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് വീണ്ടും ശക്തമായ രീതിയിൽ ആക്രമണം തുടരുമോ എന്നുള്ളതൊക്കെ ഇനി നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. ഇതാണ് നിലവിലെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.